ശ്രീ പി കെ ഗോപൻ, അതായത് വല്ലാത്ത ബേസിൽ പറഞ്ഞു പോവുകയാണ്. ചോദ്യങ്ങൾക്കൊന്നും മറുപടി ഇല്ലെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. കറങ്ങി തിരിഞ്ഞ് ഒരൊറ്റ കാര്യമാണ് ബേസിൽ പറഞ്ഞത് കൃത്യമായി. എന്തുകൊണ്ടാണ് കാര്യം? പിണറായി വിജയന്റെ മകളായതുകൊണ്ട് തന്നെയാണ് പറഞ്ഞു വെക്കുന്നുണ്ട് പി കെ ഗോപൻ. അല്ല ശ്രീ സിജു, നമ്മൾ എത്ര ചോദിച്ചാലും അത് ബേസിലിന്റെ മാത്രം പ്രശ്നമല്ല. കോൺഗ്രസ് ആ ചോദ്യത്തെ അഡ്രസ് ചെയ്യത്തില്ല. എന്നിട്ട് പകരം കുറച്ച് ബഹളം ഉണ്ടാക്കിയിട്ട് എഴുന്നേറ്റ് പോവുകയാണ്. അദ്ദേഹം വീണ്ടും ചോദിക്കുക. ഞാന് ഇതാണ് കുഴപ്പം കേട്ടോ, ശരിയാവില്ലേ? ബേസിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ബേസിലുണ്ടെങ്കിൽ ഞാൻ വഴങ്ങാം. അതല്ലാതെ അലമ്പുണ്ടാക്കിയിട്ടൊന്നും പോവല്ലേ. അല്ല അതല്ലേ ഞാൻ പറഞ്ഞു വരുന്നത്. അല്ല, നിങ്ങൾ 10,000 ചോദ്യം ചോദിക്കാം, അതല്ലേ ഞാൻ പറഞ്ഞു വരുന്നത്. മറുപടി വേണ്ടേ? മറുപടി വേണ്ടേ? എനിക്ക് നിങ്ങൾക്ക് ജനാധിപത്യ അവകാശമില്ല. എന്റെ ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള ബാധ്യത നിങ്ങൾക്കില്ല. അത് 100% നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു. ഒരു ചോദ്യത്തെ നിങ്ങൾ അഡ്രസ് ചെയ്യത്തില്ല. അത് നിങ്ങൾക്കെന്നല്ല, നിങ്ങളുടെ പാർട്ടിക്ക് അഡ്രസ് ചെയ്യാൻ പറ്റത്തില്ല. അത് താങ്കളുടെ പരിമിതി അല്ല, ആ പാർട്ടിയുടെ പരിമിതിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ചോദിച്ച സിജു തന്നെ ഞങ്ങളുടെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തു, ശ്രീ സിജു സഹദേവൻ. പക്ഷെ നിങ്ങൾ അഡ്രസ് ചെയ്യുന്നില്ല. നിങ്ങൾ എന്ത് സേവനം കൊടുത്തു എന്ന് ചോദിച്ചതിന് ഞങ്ങൾ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു. നിങ്ങളുടെ വാഹനം ഇൻഷുർ ചെയ്യാറില്ലേ? ഇതെന്താ ഈ മനുഷ്യരോട് മര്യാദയ്ക്ക് ഇരിക്കാൻ പറഞ്ഞു? അങ്ങനെ ഈ ചർച്ചക്കിടയിൽ ഇങ്ങനെ സംസാരിക്കാതെ അത് മര്യാദകേടാണത്. അദ്ദേഹത്തിന് എന്തെങ്കിലും സൈക്കോളജിക്കൽ പ്രശ്നം ഉണ്ട്, അത് പരിഹരിക്കുക. ബേസിലി ചർച്ചയിൽ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. ഒരു പാനലിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് ശരിയായ നിലപാടല്ല. ഈ നിലപാടല്ല. പി കെ താങ്കൾക്ക് സംസാരിക്കാം. നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ചാനലുകൾ കേരളത്തിൽ ഒരുപാടുണ്ട്. അവിടെ ചെന്നിട്ട് നിങ്ങൾ ബഹളം ഉണ്ടാക്ക്. ഞങ്ങൾക്ക് സംസാരിക്കാൻ സമയം തരത്തില്ല, അത് ഞങ്ങൾക്കറിയാം. നിങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് ബഹളം ഉണ്ടാക്കരുത്. നിങ്ങൾ സംസാരിച്ചപ്പോ ആങ്കർ എന്നുള്ള തരത്തിൽ അദ്ദേഹം ചോദിച്ചിട്ടുണ്ടാവും. ഞങ്ങൾ ആരും ഒരക്ഷരം മിണ്ടിയില്ല. ഞങ്ങൾ ഫേസ് എക്സ്പ്രഷൻ പോലും നടത്തിയില്ല, നിസ്സംഗരായിട്ട് കേട്ടോണ്ടിരുന്നത്. ആ മര്യാദ ഞങ്ങളോട് കാണിക്കണം. നിങ്ങൾ സേവനം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഒരു സ്ഥാപനം ഇൻഷുർ ചെയ്താൽ ദിവസേന ഇൻഷുറൻസ് കമ്പനിക്കാർ വന്ന് സേവനം ചെയ്യുമോ? നിങ്ങൾ ആദ്യം AMC എന്താണെന്ന് മനസ്സിലാക്കുക, ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് എന്താണെന്ന് മനസ്സിലാക്കുക. ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അത്തരം ചുമതലകളൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ജനാധിപത്യ സ്ഥാപനങ്ങളുമായിട്ട് വഹിച്ചിട്ടുള്ളവരാണ് ഞങ്ങൾ. എത്ര ലക്ഷം രൂപയാണ് അതിന്റെ സേവനത്തിന് നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ ആ തുക അവർക്ക് കൊടുക്കണം. അത് കഴിഞ്ഞ് നിങ്ങളുടെ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് വരുന്ന കംപ്ലൈന്റ് ആണ് അവർ പരിഹരിച്ചു തരുന്നത്. അതാണ് CMLR-യുമായും വീണ തൈക്കണ്ടിയുടെ കമ്പനിയുമായിട്ടുള്ള കരാർ. അതാണ് അവിടെ പിന്നെ വരുന്ന പ്രശ്നം എന്താ? ഈ കമ്പനി പരാതി പറയണം, ഞങ്ങൾക്ക് സേവനം കിട്ടിയിട്ടില്ല എന്ന്. കമ്പനിക്ക് അങ്ങനെ പരാതിയില്ല. പിന്നെ ആർക്കാ പ്രശ്നം? അപ്പൊ ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ ബാങ്ക് ത്രൂ അല്ലാതെ നിയമവിരുദ്ധമായി നിങ്ങൾ സംഭാവന കൈപ്പറ്റി, നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? ഒരക്ഷരം മറുപടി പറയുന്നില്ല. നിയമവിരുദ്ധമായി കോടിക്കണക്കിന് രൂപ ഇവിടെ വീണയ്ക്ക് കിട്ടിയത് 1.72 crores ആണ്, 1.25 കോടി രൂപ അല്ലേ, റൗണ്ട് ചെയ്ത് പറഞ്ഞാൽ. ഇത് 172 കോടി രൂപ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്കും പത്രങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. മാധ്യമത്തിന് പൈസ കൊടുത്തിട്ടുണ്ട് അവര്. ഏത് മാധ്യമമാണെന്ന് മാധ്യമങ്ങളെന്ന് അന്വേഷിച്ച് പറഞ്ഞാട്ടെ. ഞാൻ സ്നേഹപുരസരം കേരളത്തിലെ മാധ്യമങ്ങളെ വെല്ലുവിളിക്കുക. ഈ എക്സാലോജിക്ക് കമ്പനിയുടെ ഡയറി കുറിപ്പിനകത്ത് വന്ന മാധ്യമങ്ങൾ ആരൊക്കെയാണ് നിങ്ങളൊന്ന് അന്വേഷിച്ച് പറ. എത്ര ലക്ഷം രൂപ, എത്ര കോടി അവരുടെ ഇത് വാങ്ങിച്ചിട്ടുണ്ട്? എന്ത് സേവനം കൊടുത്തിട്ടാ? ഇവിടെ സേവനത്തിന്റെ അടിസ്ഥാനത്തിൽ കരാറുണ്ടാക്കിയതാണ്. അതാണ് നിങ്ങളുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ പ്രശ്നം എന്താ? പിണറായി വിജയന് വേണ്ടിയാണ് ഈ പൈസ കൊടുത്തത്. ശരി, പിണറായി വിജയൻ 10 വർഷം കേരളത്തിൽ അധികാരത്തിൽ ഇരുന്നപ്പോ ഈ എക്സാലോജി കമ്പനിക്ക് എന്തെങ്കിലും സേവനം വഴിവിട്ട് നൽകിയിട്ടുണ്ടോ? ആ കേസാണ് കുഴൽനാടൻ കോടതി ചെന്നത്. ആ കേസിലാണ് രാഷ്ട്രീയ നേതാക്കൾ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നതിനേക്കാൾ സീരിയസ് ആയിട്ട് കോടതി പറഞ്ഞു, ഇറങ്ങിപ്പോകുന്നോ അതോ 10 ലക്ഷം രൂപ പിഴ അടയ്ക്കണമെന്ന്. അങ്ങനെ ഒരു സേവനം കേരളത്തിലെ ഗവൺമെന്റിൽ നിന്ന്, വീണാ വിജയിൽ നിന്ന് ആ കമ്പനിക്ക് സേവനം കിട്ടിയിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോ അത് സേവനം. ഇനി കേരള സർക്കാരിൽ നിന്ന് എന്തെങ്കിലും അനധികൃതമായിട്ടുള്ള കാര്യങ്ങൾ വീണാ വിജയന് പണം കൊടുത്തതിന്റെ പേരിൽ പിണറായി വിജയൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണല്ലോ ക്വസ്റ്റ്യൻ. അങ്ങനെ നിങ്ങൾ ചോദിച്ചില്ല. പക്ഷേ അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു. ആ ചോദ്യത്തിലേക്ക് വന്നില്ലെങ്കിലും വളരെ കൃത്യമായിട്ട് ഞങ്ങൾ പറയുന്നു, ആ കേസാണ് കുഴൽനാടൻ പോയപ്പോ കേരള ഹൈക്കോടതി തന്നെ കണ്ടെത്തി ഒരു സേവനവും അനധികൃതമായിട്ട് പിണറായി വിജയൻ നൽകിയിട്ടില്ല എന്നുള്ളതും കണ്ടെത്തി കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കുഴൽനാടൻ കോടതി കടന്ന് വിഷമിച്ചത്. ഇനി അങ്ങ് പറഞ്ഞു 1-2 കാര്യങ്ങൾ. കേരളത്തിൽ മാത്രമുള്ള ഡിവൈഎഫ്ഐ, കേരളത്തിൽ മാത്രം ഡിവൈഎഫ്ഐ ഉള്ളതുകൊണ്ടാണോ ഈ CJP സമരത്തിൽ നേരിട്ട് അവിടെ പോയില്ലെങ്കിലും മാറി ഇന്ന് അവസാനം ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ച ഒരാളാണല്ലോ ശ്രീ രാഹുൽ ഗാന്ധി. എന്താ രാഹുൽ ഗാന്ധി അന്വേഷിച്ച് ഡൽഹി പോലീസ് വരാഞ്ഞത്? 40 കിലോ ഭാരമുള്ള
ഒരു കൊച്ചു പെൺകുട്ടി അന്വേഷിച്ച് പോയത് CPM ഓഫീസിലേക്കാ. കേരളത്തിൽ മാത്രമല്ലേ ഉള്ളൂ CPM, അല്ല DYFI, വേറെ എങ്ങുമില്ലല്ലോ. അപ്പോ SFIയുടെയും DYFIയുടെ നേതാക്കളെ അന്വേഷിച്ച് പോയേണ്ടി വന്നത് എന്തുകൊണ്ടാ? നിങ്ങളെ അവർക്ക് ഒരു പിണ്ണാക്കും പേടിയില്ല. ഇന്ത്യ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് നിങ്ങളൊരു പ്രതിപക്ഷ പാർട്ടി മാത്രമാ. നിങ്ങളുടെ മുമ്പിൽ ED കാണിച്ച് ഭീഷണിപ്പെടുത്തിയാൽ നിങ്ങളുടെ മുഖ്യമന്ത്രിമാർ അങ്ങോട്ട് ചെല്ലും. ഹിമന്ത് വിശ്വാസിന്റെ കാര്യം ഇവിടെ പറഞ്ഞു. എത്രയോ നേതാക്കന്മാർ, നിങ്ങളുടെ മഹാരാഷ്ട്രയിലെ നേതൃത്വത്തിന്റെ കാര്യം, ആസാമിലെ നേതൃത്വത്തിന്റെ കാര്യം. ഇന്ന് BJPയുടെ മുഖ്യമന്ത്രിയായിട്ട് ബംഗാൾ നിൽക്കുന്ന സുവേന്ദു അധികാരി ഏത് പാർട്ടിക്കാരനാ ബേസിലെ? ED വിട്ട് ഭീഷണിപ്പെടുത്തിയതാ. എന്താ പിണറായിയെ കിട്ടാത്തെ? എന്താ കേരളത്തിൽ നിന്നൊരു നേതാവിനെ കിട്ടാത്തെ? എന്താ റിയാസിനെ പിടിക്കാത്ത? റിയാസ് പറഞ്ഞ എന്താ? എനിക്ക് BJP ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ പോവാ ഞാൻ, നിങ്ങൾക്ക് ആവുമെങ്കിൽ എന്നെ BJPയിലോട്ട് പിടിച്ചോണ്ടു പോകും. അപ്പം രാഷ്ട്രീയ നേതാക്കളെ എല്ലാം BJPക്ക് കൊടുക്കും കോൺഗ്രസ്, അതിന്റെ പേരിൽ ED വിളിച്ച് ഭീഷണിപ്പെടുത്തിയാൽ. പിന്നെ ഞങ്ങൾ പറഞ്ഞു KM ഷാജി കട്ടൻ ചായയും കുടിച്ചോണ്ട് വെളിയിരുന്ന് എന്ന് അന്വേഷണത്തിന് വന്നപ്പോ. ഏത് പിണറായിയുടെ കേസാ നിങ്ങളുടെ വീട്ടിൽ വന്ന് അന്വേഷിച്ചത്? ഇനി ഈ ബാംഗ്ലൂരിൽ കാറ് കത്തിച്ചെന്തിനാണ് നിങ്ങൾ? സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും അന്വേഷിച്ച് ED വന്നപ്പോ ബാംഗ്ലൂരിൽ കാറ് കത്തിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേരാ കോൺഗ്രസ്. പിണറായി വിജയൻ ആ വീട്ടിലുള്ളത് കൊണ്ടാണ് CPMകാർ തടയാൻ ചെന്നേ. വീണാ വിജയന്റെ വീട് മാത്രമാണ് CPM അങ്ങോട്ട് ചെല്ലത്തേ ഇല്ല. അത് നിയമപരമായിട്ട് അവർ കൈകാര്യം ചെയ്യട്ടെ. CPMന്റെ നേതാവല്ല വീണാ വിജയൻ. പക്ഷെ ഞങ്ങളുടെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം, മുൻ മുഖ്യമന്ത്രി, ഈ കേസിൽ പ്രതിയാകാത്ത ഒരാള്, അദ്ദേഹം വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ ചെന്ന് വളരെ നല്ല രോഗമുള്ള, നല്ല പ്രായമുള്ള, എപ്പോഴും പരിചരണം ആവശ്യമുള്ള, എപ്പോഴും ചൂടുവെള്ളം കുടിക്കേണ്ടുന്ന ഒരു മനുഷ്യന് പച്ചവെള്ളം കൊടുക്കാതെ വൈകുന്നേരം വരെ അവിടെ ഇരുത്തിയാൽ അത് കണ്ടോണ്ട് നടക്കാനുള്ള നിഷ്കളങ്ക രാഷ്ട്രീയമൊന്നും ഞങ്ങളുടെ ഈ തൽക്കാലമില്ല ബേസിലെ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തിനാ ദേഷ്യം വരുന്നതെന്ന് CPMകാരോട് ചോദിച്ചാൽ, ഞങ്ങളുടെ ഏത് ലീഡർഷിപ്പ്? ഒരു നൃപൻ ചക്രവർത്തി 15 വർഷം ത്രിപുര ഭരിച്ച് ഇറങ്ങിപ്പോയത് ഒരു സൂട്ട് കേസിലെ പുസ്തകങ്ങൾ മാത്രമായിട്ടാണ്. നിങ്ങളൊരു ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന ജ്യോതി ബാസു ലണ്ടനിൽ ഇന്ദിരാഗാന്ധിയോടൊപ്പം ICSE പഠിക്കുകയും ഇന്ദിരാഗാന്ധി പരാജയപ്പെടുകയും ജ്യോതി ബാസു വിജയിക്കുകയും ചെയ്ത് കൽക്കട്ടയിൽ വന്നപ്പോ ബ്രിട്ടീഷുകാരെ കളക്ടറാക്കാമെന്ന് പറഞ്ഞതാ. ആ ജ്യോതി ബാസുവിന്റെ മൃതശരീരം കൽക്കട്ട മെഡിക്കൽ കോളേജ് കീറി മുറിക്കുമ്പോൾ 10 രൂപയുടെ സ്വത്ത് അദ്ദേഹത്തിന്റെ കയ്യിലില്ല. ബുദ്ധദേവ് ഭട്ടാചാര്യ, നിങ്ങൾ ഒരുപാട് ആക്ഷേപം ഉന്നയിച്ചതാണ്. അദ്ദേഹത്തിന് 1 സെന്റ് ഭൂമി സ്വന്തമായിട്ടില്ലായിരുന്നു. മണിക് സർക്കാർ കേരളത്തിൽ വന്നാൽ ഇപ്പോഴും ബെഞ്ചിലാണ് കിടന്നുറങ്ങുന്നേ. ത്രിപുരയിലെ മുഖ്യമന്ത്രിയായിരുന്ന മണിക് സർക്കാർ. പിണറായി വിജയനും അതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തനല്ല. കാരണം ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഇരുന്നുകൊണ്ട് അങ്ങനെ സമ്പത്തുണ്ടാക്കാൻ ഞങ്ങളുടെ പാർട്ടിക്ക് കഴിയില്ല. സഖാവ് EMS ശ്രീബുദ്ധനെ പോലെ സകലതും ത്യജിച്ചിറങ്ങിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി അയാളാ. തിരുവനന്തപുരത്ത് വാടക വീട്ടിൽ കിടന്ന് അദ്ദേഹം മരിക്കുന്നത്. 1000കണക്കിന് ഏക്കർ സ്വത്ത് സ്വന്തമായിട്ടുണ്ടായിരുന്ന മനുഷ്യൻ. ഇങ്ങനെയുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന് ജന്മം കൊടുത്തവരാ CPMകാർ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ ഞങ്ങൾക്ക് വേദന ഉണ്ടാവും. ഞങ്ങളുടെ ലീഡർഷിപ്പ് ഇപ്പൊ PM റിയാസിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു. ഏറ്റവും വലിയ അഴിമതി നടത്താൻ പറ്റുന്ന ഒരു വകുപ്പ് കേരളത്തിൽ പൊതുമരാമത്ത് വകുപ്പ്. എന്തേ ഒരു ആരോപണം പോലും നിങ്ങൾക്ക് ഉന്നയിക്കാൻ പറ്റാതെ പോയി? ഒരു ആരോപണം. എക്സൈസ് വകുപ്പ് ശിവദാസ മേനോൻ, സാക്ഷാൽ ME ഗോവിന്ദൻ, MB രാജേഷ്, CK ഗുരുദാസൻ, ഇവരെല്ലാം കൈകാര്യം ചെയ്ത എക്സൈസ് വകുപ്പ് കേരളത്തിൽ. ശിവൻകുട്ടി, ഇവരെല്ലാം കൈകാര്യം ചെയ്തു എക്സൈസ് വകുപ്പ്. എന്തേ എക്സൈസ് വകുപ്പിൽ ഒരു അഴിമതി ആരോപണം നിങ്ങൾക്ക് ഉന്നയിക്കാൻ പറ്റാതിരിക്കുന്നത്? അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് പിന്നെ തോറ്റ കാര്യം ഇനി നിങ്ങൾ പറഞ്ഞു. ആരാ തോറ്റ? പിണറായി വിജയൻ തുടക്കത്തിൽ തോറ്റ്. ബേസിൽ എത്ര വയസ്സ് പ്രായമുണ്ടോ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. 4 ലക്ഷം വോട്ടിന് ലോക രാജ്യങ്ങളിൽ തോറ്റ ഒരു പ്രധാനമന്ത്രിയുള്ളൂ. ആ പ്രധാനമന്ത്രിയുടെ പേര് ഇന്ദിരാഗാന്ധി എന്ന. 4 ലക്ഷം വോട്ടിന്. ഇവിടെ 2 പ്രധാനപ്പെട്ട സീനിയർ മോസ്റ്റ് പത്രപ്രവർത്തകർ ഇരിപ്പുണ്ട്, രതീഷ് സാറും പിന്നെ ജയചന്ദ്രൻ സാറും. അവർക്കറിയാം ഇന്ദിരാഗാന്ധിയുടെ എതിരാളിയെ കുറിച്ച് അതുവരെ ഇന്ത്യ കേട്ടിട്ടില്ല. രാജ്നാരായണൻ. ഇന്ത്യ കേൾക്കാത്ത ഒരു മനുഷ്യന്റെ മുമ്പിൽ 4 ലക്ഷം വോട്ടിൽ തോറ്റ ഇന്ദിരാഗാന്ധിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരുടെ പടം വെച്ച ഇന്ദിരാഭവനിൽ ഇരുന്നുകൊണ്ടാണോ ഞങ്ങളോട് പറയുന്നത് പിണറായി ആദ്യത്തെ റൗണ്ട് തോറ്റുപോയെന്ന്? ആണോ? VM സുധീരൻ തോറ്റില്ലേ കേരളത്തിൽ? തോറ്റോ? നിങ്ങളുടെ എണ്ണം പറഞ്ഞ നേതാക്കൾ തോറ്റോ കേരളത്തിൽ? അപ്പൊ ഒരു തോൽവി, തെരഞ്ഞെടുപ്പിന്റെ ഒരു തോൽവി. ഇനി പിണറായി തോറ്റോ? ഈ പ്രതിസന്ധി ഘട്ടത്തിൽ 20,000-ൽ പരം ഭൂരിപക്ഷം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കാണണം. പയ്യന്നൂര് ഞങ്ങൾ തോറ്റു നിൽക്കുമ്പോഴാ, അല്ലെങ്കിൽ തളിപ്പറമ്പിൽ തോറ്റു നിൽക്കുമ്പോഴാ ഞങ്ങൾ 20,000 വോട്ടിന് പിണറായിയുടെ മണ്ഡലത്തിൽ ജയിക്കുന്നത്. അത് നിങ്ങൾ കാണാതിരുന്നുകൂടി. ഇനി 5 വർഷം പിണറായി ഭരിച്ചു കഴിഞ്ഞപ്പോഴോ 99 സീറ്റ് അദ്ദേഹത്തിന് കൊടുത്തേ. കണ്ണൂർ ജില്ലയിലെ ഭൂരിപക്ഷമൊക്കെ എത്രയായിരുന്നു? ഇപ്പോഴും നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഒരു 80-85 ലക്ഷം വോട്ടുമായിട്ട് ഞങ്ങൾ നിൽക്കുക. അതുകൊണ്ട് അങ്ങനെ അടച്ചാക്ഷേപിച്ച് ഈ പ്രശ്നത്തെ കാണാൻ നിങ്ങൾ ശ്രമിക്കരുത്.